സർക്കാരിനെ പരിഹസിച്ച് നടൻ സലീം കുമാർ. എന്തിനാ ഇങ്ങനെ ഓരോന്നിനെ സൃഷ്ടിക്കണേ? കേരളം കണ്ടാൽ അമേരിക്കയെ പോലെ ഉണ്ടാകുമെന്ന് പറഞ്ഞയാൾ മുഖ്യമന്ത്രിയുടെ ബന്ധുവാണ്. ആളെ അന്വേഷിച്ചു പോയപ്പോൾ ഊളംപാറയിൽ ചികിത്സയിലായിരുന്നു. കേരളം വ്യവസായ സൗഹൃദമാണെന്ന് പറഞ്ഞയാളെയും അവിടെ കണ്ടു. അയ്യോ, വാസുവേട്ടനെ പറ്റി പറഞ്ഞില്ലല്ലോ. വിടൽസിന്റെ ഉസ്താദാണ്. തള്ളെന്ന് പറഞ്ഞ പെറ്റ തള്ള സൈക്കിള്. ഭയങ്കര ആശ്ചര്യ കുട്ടിക്ക്. കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ. രാജപ്പ, ഒന്നാം തരം തിരക്കഥകൾ എഴുതിയിരുന്ന തോപ്പിൽ ഭാസിയും പത്മരാജനൊക്കെ നമ്മളെ വിട്ടു പോയി. MTയും ടീതാമരനൊക്കെ വല്ലപ്പോഴും മാത്രമേ എഴുതുള്ളൂ. അതുകൊണ്ട് ഇതെഴുതിയ രാജപ്പന് മലയാളത്തിലെ നമ്പർ 1 തിരക്കഥാകൃത്താവാൻ പറ്റും. അമേരിക്ക പോലും തോറ്റുപോകുന്നു. എനിക്ക് സംശയമില്ല, ഈ പയ്യൻ ആരായിരിക്കും, എവിടെ ഉണ്ടാവും പയ്യൻ? കാക്കനാട് അവിടുത്തെ സെക്യൂരിറ്റിയോട് അന്വേഷിച്ചാൽ അറിയാൻ കാര്യം. അങ്ങനെ ഞാൻ ഈ പയ്യനെ അന്വേഷിച്ചിരുന്നു. എനിക്ക് പയ്യനെ കാണാൻ പറ്റും. നമ്മുടെ ഉളമ്പാറുള്ള മാനസിക ആശുപത്രിയിലായിരുന്നു. അതിനുശേഷം 1.5 വർഷം ആശുപത്രിയിലായിരുന്നു. മെന്റൽ കേരളം കണ്ടപ്പോ ആ പയ്യൻ പറഞ്ഞു, കേരളം ഇത് എന്തൊരു മാറ്റമാണ്. ഇവനൊരു ഭീകരനായി മാറുമോ കുഞ്ചറിയ? ഹി വിൽ ബി എ ബെൽറ്റ് ബോംബ് ഫോർ യു. ഇയാൾ ഈ കോലോത്ത് തന്നെ നിന്ന് പോയത് നന്നായി. വല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഇന്ത്യയിലെ പാപ്പാമാരുടെ സ്ഥിതി എന്തായിരുന്നു? കേരളത്തിന് 3 ലക്ഷം കോടി മുടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം വെച്ചൊരു വ്യവസായ സൗഹൃദം. ലോകത്ത് ഇത്രയുള്ള ഒരു സ്ഥലം ലോകത്ത് ഇന്നുമില്ല. ബുദ്ധിക്ക് നല്ല സ്ഥിരതയില്ലേ? അതിവിടെ എനിക്ക് മാത്രമല്ലല്ലോ. അയാൾ അന്വേഷിച്ച് വന്നപ്പോ അയാള് നമ്മുടെ പയ്യനിരുന്നില്ലേ, അതിന്റെ ഇപ്പുറത്തെ വാർഡിൽ ഉത്തരം മുട്ടുമ്പം കൊഞ്ഞനം കുത്തുന്ന സ്വഭാവം നിങ്ങളുടേത് മാത്രമല്ല, നിങ്ങളുടെ പാർട്ടിയിലെ മുഴുവൻ ആൾക്കാരുടെ സ്വഭാവമാണ്. കേരളം കണ്ടാൽ അമേരിക്കയെ പോലെ ഉണ്ടാകുമെന്ന് പറഞ്ഞയാൾ മുഖ്യമന്ത്രിയുടെ ബന്ധുവാണ്. ആളെ അന്വേഷിച്ചു പോയപ്പോൾ ഊളംപാറയിൽ ചികിത്സയിലായിരുന്നു. എനിക്ക് വേറെ പണിയുണ്ട്. നിങ്ങളും ഈ കാർന്നോരും കൂടി കുറച്ചു നേരം കല്ല് കളിക്കും. ഇത് കാണാൻ കുറെ ബുദ്ധിയില്ലാത്ത മലയാളികൾ നോക്കിയിരിക്കുന്നുണ്ട്. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി, മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി.